മുത്തശ്ശി പറയുന്ന പോലെ തന്നെ ആവട്ടെ. ഞാൻ ആ വർക്ക്ഷോപ്പിൽ ഒന്ന് വിളിക്കട്ടെ. ആ, എന്നിട്ട് മോനകത്തേക്ക് വാ. ആ. Respected teachers and my dear friends, today I am talking about Mother's Day. എനിക്ക് ഇംഗ്ലീഷ് പഠിക്കണമെങ്കിൽ ഞാൻ പഠിപ്പിക്കാം. സത്യം മഹേട്ടാ, എന്നെ പഠിപ്പിക്കോ? ആ, അതിനെന്താ, ഉറപ്പായിട്ടും പഠിപ്പിക്കാം. അല്ലേ മാളു? എനിക്ക് പഠിക്കാൻ എന്റെ ബുക്സ് ഒക്കെ തരാം. ഇതൊക്കെ കേൾക്കുമ്പോ എന്ത് സന്തോഷാണെന്നറിയോ? ആ, സന്തോഷിച്ചോ. പക്ഷെ പഠിച്ച എന്താ എഴുതിയേ? ഒന്നും എഴുതിയില്ലല്ലോ. അല്ല, ഗംഗ എഴുതുന്നത് ഞാൻ കണ്ടതാണല്ലോ. ഏയ്, അത് മാളുവിന് വെറുതെ തോന്നിയതാ. ഞാൻ വെറുതെ മോളുടെ ബുക്ക് നോക്കിയതാ. ഗംഗ പറഞ്ഞ എനിക്ക് വിശ്വാസ. മാളുക്കുട്ടി നന്നായിട്ട് പ്രസംഗം പറയുന്നുണ്ട് കേട്ടോ. അത് അച്ഛനല്ലേ പഠിപ്പിച്ചു തന്നത്? അതെ, മോള് ശരിക്കും നല്ല ഭാഗ്യമുള്ള കുട്ടിയാ. മഹേട്ടനെ പോലെ സ്നേഹമുള്ള ഒരു അച്ഛനെ കിട്ടിയില്ലേ. എന്ത് സ്നേഹത്തോടെയാ മഹേട്ടൻ മാളുവിന്റെ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. ശരിയാ ഗംഗ പറഞ്ഞത്. പണ്ടൊക്കെ എനിക്ക് എന്റെ അച്ഛനോട് ദേഷ്യായിരുന്നു. പക്ഷെ ഇപ്പൊ ഗംഗ കാരണ ഞാൻ അച്ഛനെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയത്. അങ്ങനെ വേണം, നല്ല കുട്ടികൾ അങ്ങനെയാ. മോളുടെ അച്ഛന് മോള് മാത്രല്ലേ ഉള്ളൂ. ആ ഓർമ്മ എപ്പോഴും എന്റെ മാളുവിന് വേണം. പക്ഷെ ഗംഗ പറഞ്ഞതിലൊരു തെറ്റുണ്ടല്ലോ. ആ, എന്താ മോളെ? അച്ഛൻ ഞാൻ മാത്രമല്ലല്ലോ, ഗംഗയുണ്ട്. എനിക്കറിയാം ഗംഗയ്ക്ക് ഏറ്റവും ഇഷ്ടം അച്ഛനെയല്ലേ. മോളെ, അത് ഗംഗ പറഞ്ഞാലും ഇല്ലെങ്കിലും അതെനിക്കറിയാം. പിന്നെ എനിക്ക് ഒരു കാര്യം കൂടി അറിയാം. എന്താ അത്? മഹിയുടെ മോളായോണ്ടല്ലേ ഗംഗയ്ക്ക് എന്നെ ഇഷ്ടമായത്. അപ്പൊ എന്നെക്കാൾ ഇഷ്ടം അച്ഛനെയല്ലേ? എന്റെ കുറുമ്പി, എന്തൊക്കെയാ പറയുന്നത്? ഈ കുഞ്ഞു വായുന്നാണോ ഈ വർത്താനൊക്കെ വരുന്നത്? ഗംഗേ, എന്താ മണു? ഞാനൊരു കാര്യം പറഞ്ഞ ഗംഗ അനുസരിക്കോ? മോള് പറ. എനിക്ക് ചെയ്യാൻ പറ്റുന്നാണെങ്കിൽ ഞാൻ ചെയ്യാതിരിക്കോ? ഗംഗയ്ക്ക് മാത്രമേ ചെയ്യാൻ പറ്റൂ. അതെന്താ എനിക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യം? സ്കൂൾ മത്സരത്തിന് ഗംഗ എന്റെ കൂടെ വരുമോ? ഞാൻ വരണോ മോളെ? എനിക്കിവിടെ ഒരുപാട് ജോലികളില്ലേ. അത് മാത്രല്ല
മഹേട്ടനും ശ്രേഷ്ഠ എല്ലാം വരുമായിരിക്കും. അവരൊന്നും വരണ്ട, ഗംഗ വന്നാ മതി. എല്ലാവരും അമ്മമാരെ കൊണ്ടുവരുന്നേ. എന്റെ അമ്മ ഗംഗയല്ലേ, അപ്പൊ വേറെ ആരുമല്ല, ഗംഗയല്ലേ എന്റെ കൂടെ വരേണ്ടത്. ഗംഗ മാത്രം എന്റെ അമ്മ. മോളെ, എന്റെ പൊന്നു മോളാ നീ. ഹലോ, എന്തായി? കാര്യങ്ങൾ പറഞ്ഞതുപോലെ നടക്കുവോ? ഈ നകുലൊരു വാക്ക് പറഞ്ഞാൽ അതിന് വ്യത്യാസം ഉണ്ടാവില്ല. പറഞ്ഞ സമയത്ത് നിങ്ങൾ കൃത്യമായി എത്തണം. ഞാൻ ഗംഗയെ അവിടെ എത്തിച്ചിരിക്കും. ഓക്കെ, ഡീൽ. വണ്ടിയുടെ കാര്യം ഓർത്ത് ഒരു ടെൻഷനും വേണ്ട. പിന്നെ പ്ലാനിങ്ങിന്റെ കാര്യത്തിൽ വ്യത്യാസമുണ്ടായാൽ എന്നെ അറിയിച്ചിരിക്കണം. ശരി, അധിക നേരം ഇങ്ങനെ സംസാരിക്കുന്ന സേഫ് അല്ല. ആരെങ്കിലും കേട്ടാ അത് പണിയാവും. ഇവിടെ ചുമരുകൾക്ക് പോലും ചെവിയുണ്ട്. ശരി, ഞാൻ ഈ കാര്യം ഇപ്പൊ തന്നെ ബോസിനെ അറിയിക്കട്ടെ. ഗംഗയുടെ ഫോട്ടോ കണ്ടത് മുതൽ ബോസിന്റെ ഉറക്കം നഷ്ടപ്പെട്ടതാ. ഇന്ന് സുന്ദര സ്വപ്നങ്ങൾ കണ്ട് ഉറങ്ങിക്കോളാൻ പറ. നാളെ ഗംഗ ബോസിനൊപ്പം ഉണ്ടാവും. ഓക്കെ, നിന്റെ ബാലൻസ് ക്യാഷ് ഗംഗയെ എത്തിക്കുന്ന സമയം തന്നെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിരിക്കും. ഓ, അത് മതി. ആ, അപ്പൊ ശരി, എല്ലാം പറഞ്ഞ പോലെ. ഓക്കെ. ഇവരെന്റെ പ്ലാനെല്ലാം പൊളിക്കും. ഇവരെ തൽക്കാലം ഉറക്കി കെടുത്തുകയേ രക്ഷയുള്ളൂ. എന്തൊരു ചൂടായത്. ഈ AC ഒന്നും വർക്ക് ചെയ്യുന്നില്ല. നാത്തൂനോട് പറഞ്ഞൊരു AC കൂടി വാങ്ങി റൂമിൽ വെക്കണം. രാത്രി കിടന്ന് ഉറങ്ങിക്കൂടെ തള്ളു നിങ്ങൾക്ക്.
എന്റെ ഇവിടുത്തെ ദൗത്യം തീർന്നു. ഇനി നിനക്ക് നിന്റെ ഇതിൽ പൊതിഞ്ഞു കൊണ്ടുവാ. അതാവുമ്പോ പെട്ടെന്ന് ആരെങ്കിലും കണ്ടാലും ആളറിയില്ല. വണ്ടി കൊണ്ടുപോകുമ്പോഴും അതാ സേഫ്. എന്താ ഇത്ര വൈകിയത്? എല്ലാരും ഉറങ്ങണ്ടേ? വേഗം പൊക്കോ. ഓക്കെ, ഏതായാലും നീ പറഞ്ഞ വാക്ക് വലിച്ചു. ഏതായാലും ഇതിന് ബോസ് വലിയ സമ്മാനം തരും. കാരണം ഇവളെ ബോസിന് അത്രയ്ക്ക് ഇഷ്ടമായിട്ടുണ്ട്. പറഞ്ഞ വാക്ക് ഇന്നേ വരെ നകുല് പാലിച്ചിട്ടേ ഉള്ളൂ. ഇനി സമയം കളയണ്ട. ആരെങ്കിലും കണ്ട പ്രശ്നമാവും. വേഗം പൊക്കോ. ശരി. വേഗം എടുക്ക്. എന്താ എന്ത് പറ്റി? വണ്ടി സ്റ്റാർട്ടാവുന്നില്ല. അതെന്താ അറിയില്ല, നോക്കട്ടെ.
എന്താ എന്താ മോളെ എന്തു പറ്റി? മോൾ ഉറങ്ങിയില്ലേ? ഗംഗയെ മുറിയിൽ കാണുന്നില്ല അച്ഛാ. കാണുന്നില്ലെന്ന്? ഗംഗ എവിടെ പോയി? അറിയില്ല. ഞാൻ ഉണർന്നപ്പോ ഗംഗ അവിടെ ഇല്ല. എനിക്ക് പേടിയാവുന്നു. എന്റെ ഗംഗയെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യോ അച്ഛാ? മോള് വിഷമിക്കണ്ട, നമുക്ക് നോക്കാം. വാ. എന്തു പറ്റിയടോ? അറിയില്ല, നോക്കിക്കോട്ടെ. പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്. ഗംഗേ, ഗംഗേ, ഗംഗേ. അയ്യോ, ആന്റി അല്ലേ ഇത്? അമ്മേ, അമ്മേ, എന്താ പറ്റിയ? അയ്യോ, എന്റെ അമ്മയ്ക്ക് എന്താ പറ്റിയേ? അമ്മേ, അമ്മേ, അമ്മ എഴുന്നേക്ക് അമ്മേ. ആന്റി, അമ്മേ, ആന്റി, എന്താ എന്താ പറ്റി? ഹൈമാവതി, എന്താ ഇവിടെ സംഭവിച്ചത്? അമ്മേ. മാള് വന്ന് വിളിച്ചോണ്ടിട്ടാ ഹൈമാവതി. ഞാൻ താഴേക്ക് വന്നത്. എന്താ നീ ലൈറ്റ് ഇട്ടത് കണ്ട ഞങ്ങളും വന്നത്. എന്താ പറ്റിയേ? എന്താ സംഭവിച്ചെന്ന് അറിയില്ല. സീമ നോക്കി നിൽക്കാതെ വേഗം പോയി വെള്ളം എടുത്തോണ്ട് വാ. ഹൈമാവതി, അമ്മേ, ഹൈമാവതി. ഗംഗേ കാണുന്നില്ല മുത്തശ്ശി. ഗംഗയെ കാണുന്നില്ലെന്നോ? എന്താ മഹി പറയുന്നേ? എന്റെ കുഞ്ഞെവിടെ? അവള് മുറിയിലില്ലേ? ഇല്ല, അയ്യോ, ഗംഗ അവിടെ എങ്ങും ഇല്ല. ഗംഗയെ കാണുന്നില്ല എന്നും പറഞ്ഞ് കരഞ്ഞുകൊണ്ടാ മാളു എന്നെ വന്ന് വിളിച്ചോണർത്തിയത്. എന്റെ ഈശ്വര, എന്റെ കുഞ്ഞ്, അവൾക്ക് എന്താ പറ്റിയേ? ജാനകിയമ്മ വിഷമിക്കാതെ. ഹൈമാവതി ഉണരുമ്പോ അറിയാലോ. ഈ സീമ ഇതെവിടെ പോയി? സീമേ, ദാ വെള്ളം തരൂ. ഹൈമാവതി, അമ്മേ, അമ്മേ, ഹൈമാവതി. എഴുന്നേക്ക്. ഇതെന്താ ഇത്? ഓടിക്കോ. കണ്ടെന്നാ തോന്നുന്നേ. ഓടിക്കോടോ. എന്റെ ശ്രീ മഹേശ്വരാ, മുത്തശ്ശി, അയ്യോ, മഹേട്ടാ, അയ്യോ, എന്റെ ഗംഗ, ഗംഗയുടെ ശബ്ദമല്ലേ അത്? മുത്തശ്ശി. മോളെ, എന്താ എന്താ ഇവിടെ? മോനെ, ഗംഗയുടെ കരച്ചിലല്ലേ അത്? അയ്യോ, എന്റെ ഗംഗ, ഗംഗേ, ഗംഗേ, ഗംഗേ. എന്താ എന്തു പറ്റി? മുത്തശ്ശി, മോളെ, മോളെ, ഗംഗേ, മുത്തശ്ശി, മോളെ, അയ്യോ, മോളെ, എന്താ പറ്റിയത്? മോളെ, എന്റെ കുഞ്ഞിന് എന്താ പറ്റിയത്? അയ്യോ, മുത്തശ്ശി പേടിക്കണ്ട, എനിക്കൊന്നും പറ്റിയിട്ടില്ല. എന്തോ ഭാഗ്യം കൊണ്ടാ എന്റെ കുഞ്ഞിനെ എനിക്ക് തിരിച്ചു കിട്ടിയത്. അതെ, എന്നാലും ആരായിരിക്കും ഗംഗയെ ബോധം കെടുത്തി വണ്ടിയെ കൊണ്ടുപോവാൻ നോക്കിയത്? എനിക്കൊന്നും ഓർമ്മയില്ല ആന്റി. ആ, അപ്പൊ ഗംഗയാണെന്ന് കരുതിയാവും അവരെന്നെ ബോധം കെടുത്തിയേ. അതെ അതെ, ആരായാലും അവരുടെ ലക്ഷ്യം ഗംഗയാ. ഇങ്ങനെ ശത്രുത തോന്നാൻ മാത്രം ആരോടും എന്റെ മോള് ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. ഇന്ന് നകുൽമോൻ ഇല്ലായിരുന്നെങ്കിൽ എന്റെ കുഞ്ഞിന്റെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടേനെ. ഞാൻ ജീവനോടുള്ളപ്പോ
എന്റെ ഗംഗയ്ക്ക് ഒരു ആപത്തും വരാൻ ഞാൻ സമ്മതിക്കില്ല. ഗംഗയ്ക്ക് വേണ്ടി എന്റെ ജീവൻ കളയാനും ഞാൻ തയ്യാറാ. നിന്നോട് എങ്ങനെയാ നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല മോനെ. എന്തിനു മുത്തശ്ശിയത്? ഗംഗ എനിക്ക് അന്യൊന്നുമല്ല. ഇനിയുള്ള ജീവിതം മുഴുവൻ ഒന്നിച്ച് കഴിയേണ്ടവരല്ലേ ഞങ്ങൾ. എനിക്ക് താങ്ങായി ഗംഗയും അവക്ക് താങ്ങായിട്ട് ഞാനും അല്ലേ ഇനി എന്നും ഉണ്ടാവും. എന്തായാലും ജാനകിയമ്മയ്ക്ക് തെറ്റിയില്ല. ഗംഗയ്ക്ക് യോജിച്ച ആളെ തന്നെ കണ്ടുപിടിച്ചത്. അതെ അതെ, സ്വന്തം ജീവനേക്കാൾ വില ഭാര്യയ്ക്ക് കൊടുക്കുന്ന ഭർത്താവ്. ഇതിനപ്പുറം എന്തു ഭാഗ്യം ഒരു പെണ്ണിന് വേണ്ടത്?